ഇപ്പോൾ ഫേസ്ബുക്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു പോസ്റ്റായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫോട്ടോ മാറ്റണം, പക്ഷേ അത് നിങ്ങൾക്ക് ന്യൂസ് ഫീഡിലോട്ട് വരണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂസ് ഫീഡിൽ ആ ഒരു പോസ്റ്റ് വരാതെ എങ്ങനെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പേര് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂസ് പ്രൊഫൈൽ പിക്ചർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഫേസ്ബുക്കിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ് സെറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മുകളിൽ അപ്ലോഡ്സ് ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്താൽ ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള ഫോട്ടോസ് ഇവിടെ കാണാൻ പറ്റും. എന്തായാലും ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇത് ന്യൂസ് ഫീഡിൽ ഇനി വരണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഷെയർ യുവർ അപ്ഡേറ്റ് ടു ന്യൂസ് ഫീഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ചിലപ്പം ടിക്ക് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടിക്ക് ഒഴിവാക്കുക. ഒഴിവാക്കിയതിന് ശേഷം മുകളിൽ സേവ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ആയിട്ടുണ്ട്, പക്ഷേ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രൊഫൈലിൽ ആ ഒരു പോസ്റ്റ് കാണാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോസ്റ്റ് വരാതെ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.